കള്ളക്കേസ് കൊടുക്കുന്ന എല്ലാവർക്കും ഒരു താക്കീതായതുകൊണ്ടുള്ള ഒരു ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. സെയിം നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാം. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. പ്ലേലിസ്റ്റിൽ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഒരു സ്ത്രീക്ക് എതിരെയായിട്ട് 15 ലക്ഷം രൂപ കള്ളക്കേസ് കൊടുത്തു എന്ന കാരണം കൊണ്ട് കോടതി ഫൈൻ ഇട്ട ഒരു കേസാണ്. ഈ കേസിൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അധ്യാപികയാണ്. ആ അധ്യാപിക ഇവിടെ മിസ്യൂസ് ചെയ്തിട്ടുള്ള നിയമം എന്ന് പറയുന്നത് SC/ST ആക്റ്റാണ്. ഈ SC/ST ആക്ട് പ്രകാരം ആ അധ്യാപികയുടെ ഒപ്പം ജോലി ചെയ്യുന്ന 3 പ്രൊഫസർമാർക്ക് എതിരെ ഇവർ ഒരു വ്യാജ പരാതി കൊടുക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന കേസുകളുടെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന നിലയ്ക്ക് ഹൈക്കോടതി ഈ അധ്യാപിക കൊടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഓരോ പ്രൊഫസേഴ്സിനും 5 ലക്ഷം വെച്ച് അങ്ങനെ 3 ആൾക്കും കൂടി 15 ലക്ഷം രൂപ കൊടുക്കുവാനായിട്ടുള്ള വിധി വന്നേക്കാം. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തതുകൊണ്ട് ഈ പറയുന്ന 3 വ്യക്തികൾക്കും സമൂഹത്തിൽ അവരുടെ മാനം നഷ്ടപ്പെടുകയും അവർക്ക് ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള ലീഗൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല, പല ആൾക്കാരും കൊടുക്കാറുണ്ട്. എങ്കിലും ഇവരെ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, വ്യാജ 498 കേസ്, വ്യാജ ഡൊമസ്റ്റിക് വയലൻസ് കേസ്, അങ്ങനെ ഏതെല്ലാം വ്യാജമായ കേസുകൾ കൊടുക്കുന്നുണ്ടോ അതുമൂലം നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, തീർച്ചയായും ഈ കോടതി ഉത്തരവ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് മാറും. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള ആ പോയിന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു 3 പാരഗ്രാഫ് മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ നമുക്ക് കേസ് എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഹൈക്കോർട്ട് ഇമ്പോസസ് ₹15 lakhs fine on female teacher for false cases against colleagues for filing frivolous cases of the SC/ST Act. The court also quashed the FIR, first information report, against filed by her. Next point, imposing a cost of ₹15 lakh, the court said that the reputation and public image of the men had been tarnished due to the frivolous cases, and they had to face unnecessary legal proceedings to defend themselves എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും ശരി, സഹോദരന്മാരാണെങ്കിലും ശരി, ആർക്കെങ്കിലുമെതിരെ വ്യാജ പരാതികൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫൈൻ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും, ഇനി ഫൈൻ തന്നെ ആകണമെന്നില്ല, അറ്റാച്ച്മെൻറ്റും ഇവിടെ പോസിബിളാണ്. പലപ്പോഴും കാണാറുണ്ട് 20 പവൻ കിട്ടിയ ആൾക്കാർ 100 പവൻ കിട്ടിയെന്നും 200 പവൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർക്കെതിരായിട്ടുള്ള ഗോൾഡ് വ്യാജ കേസുകൾ, വ്യാജ 498 കേസൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെയുള്ള കോടതി വിധികൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും, സെക്ഷൻ 499, 500 പോലെയുള്ള ഡിഫാമേഷൻ വകുപ്പുകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കോൺസിക്വൻസുകൾ അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇതുപോലെയുള്ള ഫേക്ക് കേസുകൾ കൊടുക്കും. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.